ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ജനറൽ സർവീസും പിന്നെ അവൻ്റെ ഓട്ടോ ഫ്രണ്ട് വെട്ടണ ഒരു കംപ്ലയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജനറൽ സർവീസും ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, പ്ലഗ്, എൻ്റെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, അതിൻ്റെ ബോസ് ഡ്രൈവ് വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റിനായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നമുക്ക് അതിന് യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്ക് അതിനെ യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് അതിന് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു ടൈറ്റും വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത്. അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കാണിച്ചത് ടയറിൽ എയർ നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെട്ടലാണ് കാണിച്ചിരുന്നത്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ബുഷുകളായാലും ഷോക്കപ്പിൻ്റെ ബുഷായാലും ലിങ്ക് ബുഷായാലും എല്ലാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിൻ്റെ പ്രവേശമായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മളതിൻ്റെ ബാറ്ററിയുടെ സൈഡും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്ന ഹാമറോണിൻ്റെ ബാറ്ററി ആയിരിക്കുന്നത്. ഇപ്പോൾ നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്ത് കൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.77 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ പറ്റും. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ വാട്ടർ സർവീസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസ് തന്നെ ചെയ്യുള്ളൂ, സർവീസും പിന്നെ വാട്ടർ സർവീസും. അത് വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.